വൈദ്യുതി ക്ഷാമത്തിന് പുതുവഴി തേടി സോളാറിലേക്ക് കടക്കുന്നവരെ KSEB വട്ടം ചുറ്റിക്കുന്നു. സോളാർ വെച്ച വീടുകളിൽ മാസങ്ങളായി KSEB മീറ്റർ വയ്ക്കാത്തതിനാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. KSEBയുമായി ബന്ധപ്പെടുമ്പോൾ മീറ്റർ സ്റ്റോക്കില്ലെന്നാണ് കിട്ടുന്ന മറുപടി. അത്യാവശ്യമുള്ളവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മീറ്റർ വാങ്ങി വയ്ക്കാനാണ് KSEB നിർദ്ദേശിക്കുന്നത്. 2000 രൂപ വരുമെന്ന് നിർദ്ദേശിച്ചാണ് അവർ പറഞ്ഞുവിടുന്നത്. മീറ്റർ ക്ഷാമമായതോടെ 4000 രൂപയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. അവർ ഇതൊരു കോളാക്കി മാറ്റി. കിട്ടുമ്പോഴല്ലേ വാങ്ങാൻ പറ്റൂ. 2000-ന് കിട്ടുന്നത് ഇരട്ടിയായാലും വാങ്ങുമെന്ന് കച്ചവടക്കാർക്കറിയാം. ആവശ്യക്കാരൻ എത്ര രൂപയാണെങ്കിലും വാങ്ങിക്കും. എറണാകുളത്താണ് പ്രധാനമായും മീറ്ററുകൾ കിട്ടുന്നത്. അതിനാൽ പലരും KSEB മീറ്റർ വരുന്നത് വരെ കാത്തിരിക്കുക. 4 മാസത്തിലധികമായി മീറ്റർ ഘടിപ്പിക്കാതെ സോളാർ സ്ഥാപിച്ച വീടുകൾ വിവിധ ഭാഗങ്ങളിലുണ്ട്. സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് നൽകുന്നത്. ബാറ്ററി വാങ്ങി വീടുകളിൽ വൈദ്യുതി സംഭരിച്ച് ഉപയോഗിക്കാൻ വൻതുക വേണ്ടിവരുമെന്നതിനാൽ ബഹുഭൂരിപക്ഷം പേരും KSEBക്ക് വൈദ്യുതി നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനായി KSEB മീറ്റർ വയ്ക്കണം. വാടക ഉടമയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. സർക്കാർ പ്രോത്സാഹിപ്പിക്കും, KSEB കൈമലർത്തും. ഇതാണ് അവസ്ഥ. സംസ്ഥാനം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സർക്കാർ പ്രോത്സാഹനം നൽകുന്നത്. ഇതിനായി സബ്സിഡികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട്. ഫലത്തിൽ KSEB ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. 3 മാസത്തിലധികമായി മീറ്ററുകൾ സ്റ്റോക്കില്ലെന്നും KSEB പർച്ചേസ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഒരു KSEB ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സ്വന്തമായി മീറ്റർ വാങ്ങി വയ്ക്കുന്നവർക്ക് KSEB കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് മീറ്ററിന്റെ വാടക വാങ്ങാറില്ല. 3 ഫേസ് മീറ്ററുകൾ സ്റ്റോക്കുണ്ട്. പക്ഷേ സിംഗിൾ ഫേസ് മീറ്ററാണ് ഭൂരിപക്ഷം പേർക്കും വേണ്ടതെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതേസമയം മീറ്ററുകൾ ഇല്ലാതെ നിരവധി വീടുകളാണ് സോളാർ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാതിരിക്കുന്നതെന്നും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന ജോലി പ്രതിസന്ധിയിലാണെന്നും സോളാർ കമ്പനികളും പറയുന്നു.